നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇതെങ്ങനെയാണ് 231 നിന്നത് എന്നാണ്. അമ്മാതിരി അടിയാണ് ഗില്ലും സായി സുദർശനും ചേർന്ന് അടിച്ചു കൂട്ടിയത്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്ന് അവര് ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ 210 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് CSK അടിച്ചു പരത്തി. GTയുടെ ഓപ്പണർമാർ എന്ന് തന്നെ പറയണം. രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. ഏതായാലും സെഞ്ചുറിക്ക് പിന്നാലെ അവർ രണ്ടുപേരും മടങ്ങി. ഒടുവിൽ നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റിന് 231 റൺസാണ് ഇപ്പൊ GT അടിച്ചുകൂട്ടിയിരിക്കുന്നത്. ടോസ് ലഭിച്ച CSK ബൗൾ ചെയ്യുകയായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. സായ് സുദർശനും ശുംഭൻ ഗില്ലും ചേർന്ന് നിറഞ്ഞാടുകയായിരുന്നു. CSKയുടെ ബൗളർമാർക്ക് എല്ലാവർക്കും തലങ്ങും വിലങ്ങും അടികിട്ടുന്ന ഒരു കാഴ്ച. അതിനിടയ്ക്ക് ഷാർദുൽ താക്കൂർ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. ഏതായാലും 51 പന്തിൽ നിന്നാണ് സായ് സുദർശന്റെ 103 റൺസ് വന്നത്. 5 4ഉം 7 6ഉം അടക്കമാണ് അദ്ദേഹം ഈ ഒരു സെഞ്ചുറി പൂർത്തിയാക്കി ഇന്നിങ്സ് കളിച്ചത്. അദ്ദേഹമാണ് ആദ്യം പുറത്താകുന്നത്. 18ാമത്തെ ഓവറിൽ അദ്ദേഹം പുറത്താകുമ്പോൾ അവരുടെ സ്കോർ കാർഡില് 210 റൺസായി കഴിഞ്ഞിരുന്നു. പിന്നാലെ ഗില്ലും മടങ്ങി. 55 പന്തിൽ 9 4ഉം 6 6ഉം അടക്കം അദ്ദേഹം 104 റൺസാണ് അടിച്ചു കൂട്ടിയത്. ഡേവിഡ് മില്ലർ 11 പന്തിൽ നിന്ന് 16 റൺസുമായിട്ടും ഷാരൂഖ് ഖാൻ 3 പന്തിൽ നിന്ന് 2 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്ത രൂപത്തിലാണ് ഒടുവിൽ ഇന്നിങ്സ് അവസാനിക്കുന്നത്. എന്തായാലും ഷാർദുൽ താക്കൂർ 4 ഓവറിൽ 25 റൺസേ വിട്ടുകൊടുത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. തുഷാർ ദേശ്പാണ്ഡെ 2 വിക്കറ്റ് എടുത്തു. 4 ഓവറിൽ 33 റൺസിലധികം 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഏതായാലും ഇത് ഒരു വമ്പൻ സ്കോർ തന്നെയാണ്. CSKക്ക് ഫിസിനെ പോലെയുള്ള, പതിരാനയെ പോലെയുള്ള, ദീപക് ചാഹറിനെ പോലെയുള്ള സുപ്രധാന ബൗളർമാരെ നഷ്ടപ്പെട്ടത് കൃത്യമായിട്ട് ഇവിടെ കാണാനുണ്ട്. എന്തായിരിക്കും CSKയുടെ മറുപടി? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.